കോഴിക്കോട് കുച്ചിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി KSEB വൈദ്യുത കേബിളിന് തകരാറുണ്ടെന്ന പരാതി ഇന്നലെ അന്വേഷിച്ചിരുന്നുവെന്നും തകരാർ കണ്ടെത്തിയില്ല എന്നുമാണ് വിശദീകരണം. മഴ പെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് ഷോക്കേൽക്കാൻ കാരണമെന്നതാണ് നിഗമനം. സംഭവത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുമെന്ന് കോവൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. ഗോകുൽ കെ വേണുഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഇന്നലെ അവർ പരിശോധിച്ചിരുന്നു എന്ന കാര്യം ആ കടയുടമ സ്ഥിരീകരിച്ചിരുന്നതാണ്. നേരത്തെ നമ്മളോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഷോക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് KSEB ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതെന്നും. പക്ഷേ ഇപ്പോൾ KSEB നൽകുന്ന വിശദീകരണം മറിച്ച്. അനു, ഇതിലൊരു അവ്യക്തത തുടരുകയാണ്. നമ്മൾ നേരത്തെ കടയുടമയുമായും അവിടുത്തെ നാട്ടുകാരും ഒക്കെയായി സംസാരിച്ച സമയത്ത് ആ കടയിൽ വൈദ്യുതി ലൈൻ തകരാറുണ്ടായിരുന്നതായി സംബന്ധിച്ച പരാതി നൽകിയിരുന്നതായും KSEB ഉദ്യോഗസ്ഥർ വന്നു നോക്കി ഇതിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്നതായി ഒരു റിപ്പോർട്ട് നൽകിയത് അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞതായുമാണ് കടയുടമ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ പങ്കുവച്ചത്. അതായത് 17-ാം തീയതി ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് കടയിലേക്കുള്ള സർവീസ് ലൈനിൽ തകരാർ സംഭവിച്ചതായും അതിൽ ഷോക്ക് ഉണ്ടെന്നതുമായ ഒരു പരാതി സംബന്ധിച്ച് കോവൂർ ഓഫീസിലേക്ക് 17-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും തുടർച്ചയായ ഫോൺ വിളികൾ പരാതിയുമായി ബന്ധപ്പെട്ട് നൽകുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല, ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അവർ വന്ന് നോക്കിയതിനു ശേഷം ഈ രീതിയിൽ പരിശോധന നടത്തുകയും സർവീസ് ലൈനിന് തകരാറുണ്ടെന്നും അതിലുള്ള ഇരുമ്പ് കമ്പിയിൽ കൂടിയുമൊക്കെ വൈദ്യുതി പ്രവാഹം ഉണ്ടെന്നോ സംബന്ധിച്ച കാര്യങ്ങൾ ഈ വന്നു നോക്കിയ KSEB ഉദ്യോഗസ്ഥർ കടയുടമയോട് പറഞ്ഞു എന്നാണ് കടയുടമ നമ്മളോട് നേരത്തെ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് KSEB ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഈ പറഞ്ഞതുപോലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ KSEB ഉദ്യോഗസ്ഥർ അവിടെ പോയി പരിശോധന നടത്തി, കടയിൽ പരിശോധന നടത്തി. എന്നാൽ പരിശോധന നടത്തിയ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് അവിടെ പോയി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകാൻ പോവുകയാണ്. ഈ മരിച്ച റിജാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സംസ്കാര ചടങ്ങിനൊക്കെ ശേഷമായിരിക്കും പരാതി നൽകുക എന്നാണ് നേരത്തെ റിജാസിന്റെ സഹോദരൻ നമ്മളോട് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് തന്റെ സഹോദരന് മരണം സംഭവിച്ചതെന്ന ഒരു പരാതി പോലീസിന് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ എന്തായാലും പുരോഗമിക്കും. അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം, ഈ മരണകാരണമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കൂ. ഇങ്ങനെയൊക്കെ KSEB ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന സമയത്തും ഒന്നിലധികം പരാതികളാണ് ഈ കടയിൽ നിന്ന് പല ആളുകൾക്ക് ഷോക്കേറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് ഈ റിജാസിന് ഷോക്കേറ്റ് റിജാസ് മരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി തന്നെ ഈ മലഞ്ചരക്ക് കടയിൽ ഒരു സാധനം വിൽക്കാൻ വേണ്ടി വന്ന ആൾക്ക് ഷോക്കേറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാതിയും അതേ സ്ഥലത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ KSEB ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. തീർച്ചയായും ഗോകുൽ കെ വേണുഗോപാലാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.